ഷാർജ നമസ്കാരം. അസ്സലാമു അലൈക്കും. ഒന്നും കൂടെ ഒരു കൈയടി തരുമോ പ്ലീസ്? വേറൊന്നും വേണ്ടിയില്ല. ഈ സിനിമ ഓഗസ്റ്റ് 2-ാം തീയതി റിലീസ് ആവുമ്പോഴാണ്. അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും നിങ്ങൾ കാണാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വലിയ എനർജി കിട്ടാൻ പോകുന്നത് ഇവിടെ നിന്നാണ്. ഞാൻ ഇന്നത്തെ ദിവസം നമ്മുടെ കൂടെ എന്റെ സംവിധായകരുണ്ട്. ആസിഫ് ഉസ്മാൻ അറിയോ? തല്ലുമാല പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. ഇതാണെന്നറിയോ? കെട്ടിയോളാണ് മാലാഖയുടെ റൈറ്ററാണ് ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ സിനിമയിലാണെന്ന് എനിക്കറിയാം. അതിന്റെ മുകളിൽ പോകാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ഇൻഷാ അല്ലാഹ് അഡിയോസ് അമീഗോ. പിന്നെ ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു. ആരെ കാണണം, ആരുടെ ശബ്ദം കേൾക്കണം അല്ലെ? ഞാൻ ആദ്യമായിട്ടാണ് സുരാജേട്ടനോട് ഒരു മുഴുനീള ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. പക്ഷെ ആ കാത്തിരിപ്പ് അടിപൊളിയായിരുന്നു. ഈ സിനിമയിൽ ഞങ്ങളുടെ പൂണ്ട് വിളയാട്ടമാണ് കാണുന്നത്. ഒരുപാട് സന്തോഷം. ഈ കയ്യടി എന്താന്നറിയോ, നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കയ്യടിയാണ് ഇവിടെ വരുമ്പോ. എനിക്കറിയാം നിങ്ങളെല്ലാവരും നാട് വിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോ എന്തൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്ന്, നാട്ടിൽ എത്ര നൊസ്റ്റാൾജി ഉണ്ടെന്നുള്ളത്. പക്ഷെ അതിലൊന്നും ഒരു കുറവും വരില്ല. ഇപ്പോ മലയാള സിനിമയുടെ വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് പ്രവാസി മലയാളികളാണ്. നിങ്ങൾ കാണിക്കുന്ന സ്നേഹമാണ്. ഇത് നേരിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവര് വഴിയെ പറയുന്നതായിരിക്കും. എന്തായാലും ഇത് മുഴുവൻ വിഴുങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബാക്കിയുള്ളവർക്ക് കൂടെ ഞാൻ കുറച്ച് സ്പേസ് കൊടുക്കാം. അപ്പൊ സുരാജേട്ടൻ മൈക്ക് കൊടുക്കണ്ടേ? ഒന്നും കൂടെ വെച്ച പറഞ്ഞാലേ ഞാൻ കൊടുക്കുള്ളൂ. എന്റെ ഹൃദയം നമസ്കാരം. ഇത്രയും ജനങ്ങള് ഇവിടെ ഒത്തുകൂടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഈ ഒത്തുകൂടിയത് കൊണ്ട് തന്നെ, ഇത്രയും ആൾക്കാർ വന്നുകൊണ്ട് തന്നെ ഞാനൊരു ഗിഫ്റ്റ് തരാം. വേറൊന്നുമല്ല, ഞാൻ ഇന്ന് ബിന്ദു പണിക്കരെ മമ്മൂക്കായ ലാലേട്ടനെ കിട്ടിയിട്ടില്ല. പുതിയ താരങ്ങളൊക്കെ ഇറങ്ങി. അപ്പോ ഇനി ഞാൻ വന്നിട്ട് മമ്മൂക്ക, ബിന്ദു പണിക്കർ, ലാലേട്ടനെ കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ മുന്നിട്ട് കിടന്ന ഗിഫ്റ്റാണ്. ഞാൻ ഇതൊന്നും ഇമിറ്റേറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യട്ടെ, സുരേന്ദ്ര പ്ലീസ്. ആരാണോ ബിന്ദു പണിക്കർ? അതെ, എന്തായാലും വലിയൊരു സന്തോഷമാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 2-ന് നമ്മുടെ പടം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എല്ലാവരും ആ സിനിമ ചെന്ന് കാണണം. കാരണം കുറേ കാലത്തിന് ശേഷം ഈ യുവതലമുറയിലെ പിന്നെ ആസിഫ് അലി ഒഴികെ ബാക്കി എല്ലാ താരങ്ങളുമായിട്ട് എനിക്ക് അഭിനയിക്കാനായിട്ട് ഭാഗ്യം കിട്ടി. എന്തായാലും ആസിഫ് അലിയുമായിട്ട് ഞാനിങ്ങനെ ഓർത്തിരിക്കുകയാണ്. അതായത് ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കൃത്യമായിട്ട് എനിക്ക് ആൾക്കാരെല്ലാവരും കൂടെ കറക്റ്റായിട്ട് കിട്ടി. സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടി. ഗംഭീരമായിട്ടുണ്ട്. നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടുള്ള സിനിമ വർക്ക് ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ലൊരു ദൃശ്യാനുഭവമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരു കോംപ്രമൈസ് ഇത് നന്നാകുന്നെങ്കിൽ എന്റെ ഇടയ്ക്ക് മോശം
എത്തിയാലും പഴയതാണ്, പഴയ വോയിസ്. എന്നാ വിളിച്ച പാട്ടാക്ക് തുണികളിലെടുത്ത് വിമാനത്തിന് അപ്പൊ മോഹൻലാൽ ഫാൻസിനോ? ആരാമോനെ ദിനേശ് പണത്തിനൊക്കെ കാണിച്ച നീ ആരായാലും വേണ്ടില്ല. പൊട്ടിയതും ചുരുങ്ങിയതൊക്കെ ഇവിടെ ഇട്ടിട്ട് പകരം പുതിയത് വേണം പൂവള്ളിയിലല്ല. നീ പോ മോനെ ദിനേശ്. സുഹൃത്തുക്കളാണ്. പക്ഷെ ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോ ഒരു മറക്കാനാണ് ഇൻസിഡന്റ് നമുക്ക് വേണ്ടി പറയാം അല്ലേ? അത് പബ്ലിക്കായിട്ട് പറയണോ? നിങ്ങൾ ആരോടും പറയുന്നില്ല, നിങ്ങളോട് പറഞ്ഞോളാം. പറ സുരേന്ദ്രൻ. അല്ല, ഈ സിനിമ ചെയ്യാൻ പറ്റി, അതാണ് സുഹൃത്ത് ബന്ധത്തിൽ നടന്ന ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആസിഫലിനായിട്ട് മാത്രം അഭിനയിക്കാനായിട്ട് അവസരം കിട്ടിയില്ല. ഇത് അദ്ദേഹമായിട്ട് അഭിനയിച്ചു. നല്ല ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ക്രൂ